പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഈ ഒരു ഫ്രോക്കിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു 3 ലെയർ ഫ്രോക്കാണ്. അതുപോലെ തന്നെ എലാസ്റ്റിക് ഷോൾഡറിലാണ് ഈ ഒരു സ്ലീവ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് എന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു തുണിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് ക്രേപ്പ് മെറ്റീരിയലാണ്. 42 ഇഞ്ച് വീതിയുള്ള 5.5 മീറ്റർ തുണിയാണ് ഇത്. ഇതിൽ നിന്നും ബോഡി പാർട്ടിന് ആവശ്യമായ തുണി 15 ഇഞ്ച് നീളത്തിൽ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അതിതുപോലെ 4ആയി മടക്കിയിട്ടിട്ടുണ്ട്. ആദ്യം ഇതിൽ ഞാൻ ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. 7 ഇഞ്ച് അളവിലാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. നിങ്ങൾ എടുക്കുമ്പോൾ അവരവരുടെ ഷോൾഡറിൻ്റെ അളവ് എത്രയാണോ അതാണ് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. താഴോട്ടും ആ 7 തന്നെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 38 ചെസ്റ്റ് അളവാണ് ഞാനിതിൽ കാണിക്കുന്നത്. അതിനായിട്ട് ഓരോരുത്തരുടെയും ചെസ്റ്റ് അളവ് എത്രയോ അതിനോട് കൂടി 4 കൂടെ കൂട്ടി എത്ര കിട്ടുന്നു അതിനെ 4 കൊണ്ട് ഭാഗിച്ച ശേഷം 1 ഇഞ്ച് കൂടെ തയ്യൽ തുമ്പ് കൂടി കൂട്ടിയാണ് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. ഞാനിവിടെ 11.5 ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുത്തത്. അതിനുശേഷം ഷോൾഡറിൻ്റെ ഭാഗവും ചെസ്റ്റിൻ്റെ ഭാഗവും തമ്മിൽ ഇതുപോലെ ഒന്ന് ബോക്സ് ആക്കി എടുക്കുകയാണ്. ഇതിൽ കൈക്കുഴി വരച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അവരവർക്ക് വേണ്ട കഴുത്തകലം എത്രയോ അതിവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ഒരു 4 ഇഞ്ചാണ്. അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഇറക്കവും 4 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. വീതി കൂടിയ കഴുത്ത് വേണ്ടിയവർക്ക് വീതി കൂട്ടി കൊടുക്കാം, കുറച്ച് വേണ്ടിയവർക്ക് കുറച്ചും കൊടുക്കാവുന്നതാണ്. ഇതിനുശേഷം കഴുത്തിൻ്റെ നീളവും വീതിയും അടയാളപ്പെടുത്തിയ ഭാഗങ്ങൾ തമ്മിൽ ഇതുപോലൊന്ന് ബോക്സ് ആക്കി എടുക്കുകയാണ്. എലാസ്റ്റിക് ഷോൾഡറാണ് വയ്ക്കുന്നത്. അതുകൊണ്ട് കഴുത്തിന് ഇവിടെ പ്രത്യേക ഷേപ്പൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ബോഡി ലെങ്ത് 15 ഇഞ്ച് നീളമായിരുന്നു. ഇനി ഇതിൻ്റെ ഇടവണ്ണം അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. ഇവിടുത്തെ ടോട്ടൽ വണ്ണം 34ആണ്. തയ്യൽ തുമ്പ് ഉൾപ്പെടെ 10.25 ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഇനിയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പോയിന്റുകൾ തമ്മിൽ കൂട്ടി വരച്ചു കൊടുക്കുകയാണ്. നെക്കിൻ്റെ വിഡ്ത്തും ലെങ്തും അടയാളപ്പെടുത്തിയപ്പം കിട്ടിയ ഈ പോയിന്റിൽ നിന്ന് ചെസ്റ്റ് അളവ് അടയാളപ്പെടുത്തിയപ്പോൾ കിട്ടിയ ഈ പോയിന്റിലേക്ക് ഇതുപോലെയൊന്ന് വരച്ച് യോജിപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഒരു ഷേപ്പാണ് കിട്ടുന്നത്. അതിനുശേഷം ചെസ്റ്റും ഷേപ്പും തമ്മിലുള്ള പോയിന്റുകളും ഇതുപോലെ കൂട്ടി വരച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഷേപ്പ് അടയാളപ്പെടുത്തി കൊടുത്ത ഈ ഓപ്പൺ ഭാഗത്ത് ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ചോളം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചെടുക്കുകയാണ്. ഇനി ഇത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ അടയാളപ്പെടുത്തി വരച്ച വരകളിൽ കൂടെ ഇതുപോലെ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാനായിട്ട്. നമ്മൾ ഈ നെക്കിൻ്റെ ഈ പോർഷനും ഷോൾഡറിൻ്റെ ഇതുപോലുള്ള പോർഷനുമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. മുകളിലെ ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്യുന്നില്ല. അങ്ങനെ വരച്ച് യോജിപ്പിച്ചെടുത്ത എല്ലാ ഭാഗങ്ങളും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെയാണ് ബോഡി പാർട്ടിൻ്റെ ഭാഗം കിട്ടിയിരിക്കുന്നത്. അതിനുശേഷം ഫ്രില്ലിനുള്ള തുണികൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അതുപോലെ തന്നെ സ്ലീവിനും ഉള്ള തുണി കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാൻ ഇത് കട്ട് ചെയ്യുമ്പോൾ രണ്ടിനും ഒരേ അളവ് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. സ്ലീവിനും പിന്നെ ഫ്രിൽസിനും 13.5 ഇഞ്ചിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഫ്രില്ലിനുള്ള അളവ് എങ്ങനെയാണ് കണക്ക് കൂട്ടുന്നതെന്ന് വെച്ചാൽ ഫ്രോക്കിന് ടോട്ടൽ ലെങ്ത് എത്ര വേണം എന്ന് നോക്കുക. അതിൻ്റെ കൂടെ ആദ്യം നമ്മളെടുത്ത ബോഡി പാർട്ടിന് കട്ട് ചെയ്ത ആ അളവ് മൈനസ് ചെയ്യുക. മൈനസ് ചെയ്തതിന് ശേഷം ബാലൻസ് വരുന്ന തുകയോട് കൂടി ഒരു 4 തയ്യൽ തുമ്പും കൂടി കൂട്ടിയതിന് ശേഷം അതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഞാനിവിടെ എടുക്കുന്ന ടോട്ടൽ ലെങ്ത് 50 ബോഡി പാർട്ടിന് തയ്യൽ തുമ്പ് ഉൾപ്പെടെ 15 എടുത്തിരിക്കുന്നത്.
തയ്യൽ തുമ്പ് 1 ഇഞ്ച് മൈനസ് ചെയ്ത ശേഷം 14 കിട്ടുന്നത്. അപ്പോൾ 50-ൽ നിന്ന് 14 പോയാൽ 36 കിട്ടുന്നത്. 36ൻ്റെ കൂടെ 4 തയ്യൽ തുമ്പ് കൂട്ടുക. ആദ്യമായിട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇച്ചിരി കൂട്ടിയിടാം. അപ്പോൾ 40 കിട്ടും. ഈ 40നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്ന് വെച്ചാൽ 3 ലെയറല്ലേ എടുക്കുന്നത്. അങ്ങനെയാണ് 13.5 ഇഞ്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതുപോലെ 3 ലെയറിനുള്ളതും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചുരുക്ക് കൂടുതൽ വേണ്ടിയവർക്ക് കൂടുതലായി തുണി കട്ട് ചെയ്യാം. കുറവ് വേണ്ടവർക്ക് കുറവായിട്ടും തുണി കട്ട് ചെയ്യാം. ചുരുക്ക് കൂടുതൽ വേണമെങ്കിൽ ഇരട്ടിയായിട്ട് അടുത്ത ലെയറിന് അതിൻ്റെ ഇരട്ടി, അതിൻ്റെ ലെയറിന് അതിൻ്റെ ഇരട്ടിയായിട്ട് കട്ട് ചെയ്യാം. ഇനി കുറവ് മതിയെങ്കിൽ 5, 10 ഇഞ്ച് കൂട്ടി, 20 ഇഞ്ച് കൂട്ടി അങ്ങനെയും ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ആദ്യത്തെ ലെയർ 20 ഇഞ്ചിലാണ് എടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ലെയർ 40, മൂന്നാമത്തെ ലെയർ 80, അങ്ങനെ ഇരട്ടി കൂട്ടി ഒരു സൈഡിൽ, അങ്ങനെ 2 സൈഡിലും ചെയ്താണ് എടുത്തിരിക്കുന്നത്. സ്ലീവ് ചെയ്യുന്നതിനും ഇതേ അളവിൽ തന്നെയായിരുന്നു ഞാൻ തുണി കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി അതിൽ സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. സ്ലീവിനെടുത്തിരിക്കുന്ന ഈ തുണി 2 പീസാണ്, 4ആയി മടക്കിയാണ് ഇട്ടിരിക്കുന്നത്. ആദ്യം കട്ട് ചെയ്ത് വെച്ചിരുന്ന ബോഡി പാർട്ട് എടുക്കുക, എന്നിട്ട് ഇതുപോലെ അത് വെച്ച് കൊടുക്കുകയാണ്. അപ്പം ഷോൾഡർ എലാസ്റ്റിക് ആയതുകൊണ്ട് അവിടെ നമ്മൾ 4 ഇഞ്ചാണ് അളവ് വിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇരട്ടിയിൽ കൂടുതൽ, ഇരട്ടി കൂടുതലോ ഉള്ള അളവുകൾ മുകളിലോട്ട് നമുക്ക് എടുക്കാം. അത് ചുരുങ്ങി വരുന്നതായതുകൊണ്ട്. അതിനുശേഷം 1 ഇഞ്ച് ബോഡി പാർട്ട് ഒന്ന് ഇറക്കി വെച്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് എലാസ്റ്റിക് ഇടാൻ വേണ്ടി മടക്കാനായിട്ടുള്ള ഭാഗമാണ്. അതിനുവേണ്ടിയാണ് 1 ഇഞ്ച് വിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ അടയാളപ്പെടുത്തി കൊടുത്തതാണ് നമ്മുടെ കൈക്കുഴി വരുന്ന ഭാഗം. അതിനുശേഷം സ്ലീവ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം സ്ലീവിൻ്റെ അടിവശത്ത് നിന്ന് ഒരു 4 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിനെ ഈ 4 അടയാളപ്പെടുത്തിയതിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. ഇത് സ്ലീവിൻ്റെ അടിഭാഗത്താണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. വീഡിയോ കാണുമ്പം മനസ്സിലാവുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷം വരച്ചു കൊടുത്ത ലൈനുകളിൽ കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ സ്ലീവ് ഈ ഒരു ഷേപ്പിലാണ് കിട്ടിയിരിക്കുന്നത്. സ്ലീവിൻ്റെ ഈ വരുന്ന ഭാഗം, മുകൾ ഭാഗം, അത് ഇതുപോലെ മടക്കി തയ്ച്ച് എടുക്കണം. അത് എലാസ്റ്റിക് ഇടാൻ വേണ്ടിയുള്ളതാണ്. ഇതാണ് ഷോൾഡറായിട്ട് വരുന്നത്. ഇതുപോലെ മടക്കി തയ്ച്ച് എടുക്കുകയാണ്. ഇലാസ്റ്റിക് കടത്താനുള്ള അകലത്തിൽ വേണം തയ്ച്ച് കൊടുക്കാനായിട്ട്. ഞാൻ 1/4 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക്കാണ് ഇതിൽ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ സ്ലീവിൻ്റെ മുകൾഭാഗം തയ്ച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം സ്ലീവിൻ്റെ അടിഭാഗം ഞാൻ ഇതുപോലെ ചെറുതായിട്ട് മടക്കി ഒന്ന് അടിച്ചെടുക്കുകയാണ്. ഓരോരുത്തരുടെ യുക്തിക്കനുസരിച്ച് ലേസ് വെച്ച് കൊടുക്കുകയോ ഫ്രില്ല് വെച്ച് കൊടുക്കുകയോ ഒക്കെ ചെയ്ത് അടിവശം മനോഹരമാക്കാവുന്നതാണ്. ഞാനിപ്പം ചെറിയതായി തയ്ച്ചു കൊടുക്കുന്നതേ ഉള്ളൂ. ഇനി ബോഡി പാർട്ട് നെക്കിൻ്റെ പോർഷനാണ് തയ്ക്കുന്നത്. അവിടെ ഞാൻ ഇതുപോലെ ചെറിയൊരു പൈപ്പിംഗ് വെച്ച് കൊടുക്കുകയാണ്. നെക്കിൻ്റെ പോയിൻറ്റുകൾ മാറാതെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ നെക്കിൻ്റെ ബാക്കും ഫ്രണ്ടും ഇതുപോലെ ഗോൾഡൻ പൈപ്പിംഗ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം സ്ലീവിൽ മുകൾ ഭാഗത്തായിട്ട് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 9 ഇഞ്ച് നീളമുള്ള 2 എലാസ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ഇതുപോലെ സ്ലീവിൽ എലാസ്റ്റിക്കൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ലീവ് കിട്ടുന്നത് ദണ്ട് ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇത് ഞാൻ എൻ്റെ സ്വന്തം ഐഡിയ ചെയ്തൊരു സ്ലീവ് ഡിസൈനാണ്. ഇനിയും സ്ലീവും ബോഡി പാർട്ടും തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കുകയാണ്. ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു ഇതുപോലൊരു സ്ലീവ്. ഇത് ഇത്ര സ്ലീവല്ല, ഇതേപോലൊരു കട്ടിങ്ങിൽ. അപ്പം ബോഡി പാർട്ടിൻ്റെ ചരിച്ച് വെട്ടിയ ഈ ഭാഗവും സ്ലീവിൻ്റെ ചരിച്ച് വെട്ടിയ ഭാഗവും തമ്മിൽ തയ്ച്ചെടുക്കുകയാണ്. തയ്ച്ചെടുത്ത ശേഷം ഞാനൊന്ന് പുറംകാണി അടിച്ച് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമുള്ള കാര്യമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ഞാൻ
ഇതിന് തയ്ച്ചു കൊടുക്കുന്നുണ്ട്. ബോഡി പാർട്ടിൽ ഒരു ഭാഗം ഇതുപോലെ സ്ലീവ് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ മറുഭാഗവും ബോഡി പാർട്ടിൽ സ്ലീവ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെയാണ് ഫ്രോക്കിൻ്റെ മുകൾ വശം കിട്ടിയിരിക്കുന്നത്. ഈ ഭാഗത്തെ അളവ് നോക്കിയ ശേഷം അതിൻ്റെ അളവിനനുസരിച്ച് വേണം ഫസ്റ്റ് ലെയർ ഫ്രില്ല് വെച്ച് കൊടുക്കാനായിട്ട്. ഫ്രോക്കിന് വേണ്ട ഫ്രില്ലൊക്കെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇത് ബോഡി പാർട്ട്. അപ്പോൾ ആദ്യത്തെ ലെയർ ഫ്രില്ല് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം രണ്ടാമത്തെ ലെയറും വെച്ച് കൊടുക്കുകയാണ്. അടുത്തത് മൂന്നാമത്തെ ലെയറും വെച്ച് കൊടുക്കുകയാണ്. ഫ്രണ്ട് നെക്കിൻ്റെ സെൻറ്ററിൽ ഞാൻ ഒരു 1/2 ഇഞ്ച് താഴ്ത്തിയ ശേഷം ഒരു 2 ഇഞ്ച് നീളമുള്ള ഒരു എലാസ്റ്റിക് തയ്ച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ തയ്ച്ചെടുത്ത് കഴിഞ്ഞ ശേഷം ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.